ജീവിച്ചിരിക്കുന്ന ഈ യേശു ക്രിസ്തു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് മരണഭീതി മാറിപ്പോകും. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിൽ നിന്നും ആ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നുള്ള സാധുവർത്തമാനം ഘോഷിക്കുന്നു. ആകയാൽ യേശു ക്രിസ്തു മരിച്ചത് എന്തിനാണ്? അവൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? നാളെ അവൻ മടങ്ങി വരുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു നാളെ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാൻ പോകുകയാണ്. അവന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് അവിടെ കാണുവാനും കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ കേട്ടുകൊള്ളുവിന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടോ, ഒരുവനെ അവർ ചാട്ടുപാറ വീശി അടിച്ച് അവന്റെ ശരീരം മുഴുവൻ തകർത്ത് അവന്റെ തലയിലെ മുൾക്കിരീടം ചൂടപ്പെട്ടവനായിട്ട് മനുഷ്യരുടെ വായില് തുപ്പലേറ്റ് അവനെന്താണ് നിന്ദാപാത്രമായിട്ട് ഒരുവനെ ക്രൂസിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടുപോകും. 2 കള്ളന്മാരുടെ മധ്യ അവൻ ക്രൂസിൽ തറയ്ക്കപ്പെടുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഈ ഒരു മരണം, യേശു ക്രിസ്തുവിന്റെ മരണം, ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ചിലരെ ആശ്വസിപ്പിക്കുന്നു. ആകയാൽ ഈ മരണം അത്രേ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹ വർഷം എന്ന് പറയുന്നത്.